ചെറുപുഴയിലെ കാലവർഷക്കെടുതി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF. ഉണ്ടായത് ഇതുവരെയില്ലാത്ത നാശനഷ്ടം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. കനത്ത മഴയിലും മലവെള്ളപ്പാച്ചലിലും ഉരുൾപൊട്ടലിലും നാശം വിതച്ച ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് മലയോര കൃഷിക്കാരുടെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള മേഖലയാണ്. അവിടെയാണ് ആഗസ്റ്റ് 1-ാം തീയതി ഇതുവരെ നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളാകെ ആശങ്കയിൽ വേവലാതികപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഈ ആഗസ്റ്റ് 1 മുതൽ പൊതുപ്രവർത്തകർ എന്ന നിലക്കും നമ്മുടെ ഈ മേഖലയിലെ ജനപ്രതിനിധി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വഴിയുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, അതുപോലുള്ളവരെല്ലാം ഈ വിഷമം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒപ്പമായിരുന്നു എല്ലാവരും. ഇതുവരെയില്ലാത്ത പ്രകൃതി ദുരന്തമാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. 119 വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം നശിച്ചു. 15 എണ്ണത്തിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞു. 4 വീടുകൾ തീരെ ഇല്ലാതായി. 4 പേർ ചേർന്ന് കേരളം ചിക്കൻ്റെ സഹായത്തോടെ നടത്തുന്ന കോഴിഫാമിലെ 6300-ലേറെ കോഴികൾ ചത്തു. 30 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടായി. സർവനാശത്തിൽ കൃഷി ബാക്കിയില്ലാതായി. ഗ്രാമീണ റോഡുകൾ മുഴുവനായി തകർച്ചയിലാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ 9-ാം വാർഡായ ജോസ്ഗിരിയിലെ കർഷകരുടെ കടം എഴുതിത്തള്ളി മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും കൃഷിഭൂമി മുഴുവൻ നഷ്ടപ്പെട്ട കർഷകർക്ക് സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വില കണക്കാക്കി നൽകി സംരക്ഷിക്കണമെന്നും പ്രദേശത്തിന് നാശം വിതയ്ക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറി അടിയന്തരമായും നിർത്തലാക്കണമെന്നും റോഡുകൾ പുനർനിർമ്മിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ TI മധുസൂദനൻ, C സത്യപാലൻ, V ബാലൻ, P ശശിധരൻ, KK ജോയ്, ജോയ്സ് പുത്തൻപുരക്കൽ, KM ഷാജി, P ജയൻ, OT സുജേഷ്, അത്തായി വിജയൻ, R ചന്ദ്രകാന്ത് എന്നിവർ പങ്കെടുത്തു. ദുർഗന്ധം മൂലം ഈ വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോഴാണ് മറ്റൊരു വണ്ടി ഫേസ് റോഡ് കൊണ്ട് വന്നിട്ട് ആ ബോഡി കൊണ്ടുപോകും. ആ ബോട്ടിൽ യഥാർത്ഥത്തിൽ ആ ബോഡി കയറ്റാൻ പോലും പറ്റാത്ത അത്രയും അഴുകിപ്പോയി എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നവര്. നമ്മുടെ LDFന്റെ നേതാക്കന്മാർ UP ജയരാജൻ, കണ്ണൂരിൽ നിന്ന് പ്രകാശം, മനസ്സിലാക്കി എല്ലാവരും അങ്ങോട്ട് പോയിരുന്നു. അവരെല്ലാം പറഞ്ഞത് വളരെ വിഷമമുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള, ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് ആ ദുരിതപൂർണ്ണ വരുമാനം ജോലി ചെയ്യുന്നതിലേക്ക് നിൽക്കുവാണ്. അത്രയും ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കളാണ് ആ കുടുംബത്തിൽ. അവർക്ക് ബോഡി പോലും കാണാൻ കഴിഞ്ഞില്ല. ഒരു രീതിയിലുള്ള ഒരു പരിചരണം കാര്യം കിട്ടിയില്ല. ഇന്നലെ വലിയ നിലയിലുള്ള പ്രതിഷേധം താലൂക്ക് ഓഫീസിലുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ചെറുപുഴ പഞ്ചായത്തിന് 20 പേരെന്നാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത്. ഞങ്ങളത് അങ്ങനെ ആരോപണമായിട്ടല്ല, വസ്തുതയായിട്ട് ചെയ്യും. നമ്മുടെ ഒന്നും പ്രദേശത്ത് തീർച്ചയായിട്ടും ഏത് ക്രൈസിസ്, ഏത് വിഷമം വന്നാലും അതിനെ നല്ല കൂട്ടായ്മയോട് പരിഹരിച്ചു പോകുന്ന, അത് എന്ത് രീതിയിലും വിഷമം സഹിച്ചതിന് പരിഹാര മാർഗങ്ങൾ തേടുന്നവരാണ് നമ്മൾ. നമുക്കതിൽ പ്രയാസമില്ല, നമുക്കത് സംഘടിപ്പിക്കാൻ പറ്റുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരു സംവിധാനം ഉണ്ടായില്ല. ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ളത് തങ്ങളുടെ ഒരു പട്ടികയിലില്ലാത്ത നിലയിലാണ് വൈദ്യുത ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ പെരുമാറിയത് നിന്നുള്ള അത്യന്തം നാണക്കേടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി. ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.